ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന വിവാദ സർക്കുലറുമായി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വൈസ് ചാൻസലർമാർക്കാണ് സർക്കുലർ അയച്ചത്. ഇന്ത്യ വിഭജനം എത്രത്തോളം ഭീകരമായിരുന്നുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയെന്നതാണ് ലക്ഷ്യം. പരിപാടികൾ സംഘടിപ്പിക്കാൻ അതത് സർവകലാശാല വിസിമാർ പ്രത്യേക ആക്ഷൻ പ്ലാനുകൾ രൂപവൽക്കരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇത് സംബന്ധിച്ച സർക്കുലർ ഗവർണർ പുറത്തുവിട്ടു. ഇതാദ്യമായാണ് ഗവർണറുടെ ഓഫീസ് ഇത്തരത്തിലൊരു നിർദ്ദേശം കേരളത്തിലെ സർവകലാശാലകൾക്ക് നൽകുന്നത്. ഇത് RSSന്റെ പരിപാടിയാണെന്നും ഒരു തരത്തിലും അംഗീകരിക്കില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഇങ്ങനെയൊരു ദിനം ആചരിക്കാൻ സർക്കുലർ അയക്കാൻ ഗവർണർക്ക് എന്ത് അധികാരമെന്നും അദ്ദേഹം ചോദിച്ചു. വോട്ട് ക്രമക്കേടിൽ പ്രതിഷേധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ പ്രതിപക്ഷ എംപിമാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് എംപിമാർ റോഡിൽ പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളുടെ എംപിമാരെല്ലാം മാർച്ചിൽ പങ്കെടുത്തു. ഇത് രാഷ്ട്രീയ പോരാട്ടമല്ലെന്നും ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. തൃശൂരിലെ വ്യാജ വോട്ടാരോപണം സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ പങ്കുവച്ച് തൃശൂർ സ്വദേശി പ്രസന്ന അശോക് തന്റെ ഫ്ളാറ്റിന്റെ വിലാസത്തിൽ വോട്ടുകൾ ചേർത്തെന്ന് പ്രസന്ന അശോക് പറഞ്ഞു. പൂങ്കുന്നം ക്യാപിറ്റൽ വില്ലേജിൽ 4C പ്രസന്നയും കുടുംബവും താമസിക്കുന്നത്. വോട്ട് ക്രമക്കേടെന്ന ആരോപണം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഫ്ളാറ്റിലെ സ്ഥിരം താമസക്കാരിയുടെ വെളിപ്പെടുത്തൽ. വോട്ടെടുപ്പിന് ശേഷം കലക്ടർക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നും പ്രസന്ന അശോക് പ്രതികരിച്ചു. അനർഹമായ നൂറുകണക്കിന് വോട്ടുകൾ BJP തൃശൂരിൽ ചേർത്തുവെന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നുവെന്ന് CPI നേതാവ് VS സുനിൽകുമാർ ചേലക്കര മണ്ഡലത്തിലെയും മറ്റിടങ്ങളിലെയും വോട്ടർമാരെ ഇവിടെ കൊണ്ടുവന്നു ചേർത്തുവെന്ന് സുനിൽകുമാർ പറഞ്ഞു. അനർഹമായ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും സുനിൽകുമാർ പറഞ്ഞു. തൃശൂരിലെ MP-യും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെ പരിഹസിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്രമന്ത്രിയെ കാണാനില്ലെന്ന് പറഞ്ഞാൽ അത് ഗൗരവമുള്ള കാര്യമാണെന്നും സുരേഷ് ഗോപി BJP-യിൽ നിന്ന് രാജിവെച്ചുവെന്നും വി ശിവൻകുട്ടി ചോദിച്ചു. എന്തോ ഒരു കള്ളക്കളി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒളിക്കുന്നതെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. തൃശൂരിലെ കള്ളവോട്ട് ആക്ഷേപം പേടിച്ചാകും ഒളിക്കുന്നതെന്നും ശിവൻകുട്ടി പറഞ്ഞു. കേരളം കൂടെ നിന്നപ്പോഴും ചില സഹപ്രവർത്തകർ തന്നെ ജയിലിലയക്കാൻ ശ്രമിച്ചുവെന്നും വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി സഹപ്രവർത്തകനെ മരണത്തിലേക്ക് വരെ എത്തിക്കാൻ ശ്രമിച്ചവരുണ്ടെന്നും അവർക്ക് കാലം മാപ്പു നൽകട്ടെയെന്നും KGMCTA വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ സന്ദേശം. ആരോപണങ്ങൾ വന്നപ്പോൾ ഒപ്പം നിൽക്കുമെന്ന് കരുതിയവർ പോലും കൂടെ നിന്നില്ലെന്നും മാത്രമല്ല തന്നെ ക്രൂശിക്കാൻ ശ്രമിക്കുക കൂടി ചെയ്തുവെന്നും ഹാരിസ് സന്ദേശത്തിൽ പറയുന്നു. പ്രിൻസിപ്പലിന്റെയും സൂപ്രണ്ടിന്റെയും വാർത്താ സമ്മേളനം തന്നെ ഞെട്ടിച്ചുവെന്നും എന്നാൽ ആർക്കെതിരെയും ഒരു പരാതിയുമായി മുന്നോട്ടില്ലെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. ഡോക്ടർ ഹാരിസിനെ കൊടുക്കാൻ ശ്രമിച്ചതിൽ എതിർപ്പുമായി KGMCTA സംഘടനയുടെ തിരുവനന്തപുരം യൂണിറ്റിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് DME, സൂപ്രണ്ട്, പ്രിൻസിപ്പൽ എന്നിവരെ അടക്കം ഒഴിവാക്കി. ഡോക്ടർ ഹാരിസിനെ കൊടുക്കാൻ ശ്രമിച്ചതിൽ 3 പേർക്കുമെതിരായ അതൃപ്തിയാണ് നീക്കത്തിന് പിന്നിലെന്നാണ് വിവരം. ബലാത്സംഗം കേസിൽ റാപ്പർ വേടനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. കേസിൽ ഉൾപ്പെട്ട റാപ്പർ വേടൻ അറസ്റ്റ് ഒഴിവാക്കുന്നതിനായി വിദേശത്ത് കടക്കാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. ഇതോടെ വിമാനത്താവളം വഴിയടക്കം വേടൻ യാത്ര ചെയ്യാൻ ശ്രമിച്ചാൽ ലുക്കൌട്ട് നോട്ടീസ് പ്രകാരം കസ്റ്റഡിയിലെടുക്കാനാകും. ഓൺലൈൻ വഴിയുള്ള മദ്യവിൽപ്പനയിൽ സർക്കാർ നിലപാട് എതിരാണെങ്കിലും വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ അനുമതി തേടി ബെവ്കോ. ടൂറിസം കേന്ദ്രങ്ങളിലെ ഹോട്ടലുകളിൽ ഇൻസ്റ്റന്റ് ബിയർ വിൽക്കാൻ അനുമതി തേടി ബെവ്കോ വിശദമായ ശുപാർശ നൽകി. മദ്യത്തിന്റെ ഡോർ ഡെലിവറി ശുപാർശ അംഗീകരിക്കില്ലെന്ന സർക്കാർ. ബെവ്കോ ശുപാർശ അംഗീകരിക്കേണ്ടതില്ലെന്ന് സർക്കാർ തലത്തിൽ ധാരണയായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ വിവാദം വേണ്ടെന്നതാണ് സർക്കാരിന്റെ നിലപാട്. വീട്ടിലേക്ക് മദ്യമെത്തുന്നതിൽ ബാർ ഉടമകളും അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. വർക്കലയിൽ മദ്യപിച്ചെത്തി സീനിയർ ഉദ്യോഗസ്ഥനെ മർദ്ദിച്ച എക്സൈസ് പ്രിവന്റീവ് ഓഫീസറെ അറസ്റ്റ് ചെയ്തു. പ്രിവന്റീവ് ഓഫീസർ ജസീനാണ് അറസ്റ്റിലായത്. എക്സൈസ് ഇൻസ്പെക്ടർ സൂര്യനാരായണന്റെ പരാതിയിലാണ് നടപടി. ജസീൻ മദ്യലഹരിയിലായിരുന്നുവെന്ന് വർക്കല പോലീസ് പറഞ്ഞു. ആലുവയിൽ ഉത്തരേന്ത്യൻ മോഡൽ ആക്രമണം. ട്രെയിൻ യാത്രക്കാരെ വടികൊണ്ടടിച്ച് മൊബൈൽ ഫോൺ അടക്കം തട്ടിപ്പറിക്കുന്ന 6 ഗൺ സംഘത്തെ റെയിൽവേ പോലീസ് പിടികൂടി. ആലുവ, പെരുമ്പാവൂർ, മലപ്പുറം സ്വദേശികളെയാണ് റെയിൽവേ പോലീസ് പിടികൂടിയത്. റെയിൽവേ സ്റ്റേഷനടുത്ത് ട്രെയിനിന്റെ വേഗം കുറയുമ്പോൾ വാതിലിനടുത്ത് നിൽക്കുന്നവരെ വടികൊണ്ടടിക്കുകയായിരുന്നു ഇവരുടെ ആക്രമണത്തിന്റെ രീതി. തടമ്പാട്ട് താഴത്തെ വൃദ്ധ സഹോദരി വരെ കൊലപ്പെടുത്തിയ കേസിൽ നിർണായകമായ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കൊലപാതക ദിവസം സഹോദരിമാർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വഴിയിലൂടെ നടന്നുപോകുന്ന സഹോദരൻ പ്രമോദിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കൊലപാതകങ്ങൾ നടന്ന് 2 ദിവസമായിട്ടും പ്രമോദിനെ കണ്ടെത്താനായിട്ടില്ല. ഇയാൾക്കായി ഇന്നലെ പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കിയിരുന്നു. കോതമംഗലത്ത് 23-കാരി സോന ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സുഹൃത്ത് റമീസ് പോലീസ് കസ്റ്റഡിയിൽ. റമീസിനെ കോതമംഗലം പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. പെൺകുട്ടിയുടെ മരണത്തിന് കാരണം റമീസിന്റെ പീഡനങ്ങളാണെന്ന ആരോപണം ഉയർന്നിരുന്നു. റമീസ് മതം മാറണമെന്ന് നിർബന്ധിച്ചുവെന്നും രജിസ്റ്റർ വിവാഹം ചെയ്യാൻ എല്ലാ തയ്യാറെടുപ്പും നടത്തിയെന്നും സുഹൃത്ത് ജോൺസി പറഞ്ഞു. വിവാഹം രജിസ്റ്റർ ചെയ്യാൻ അടിമാലയിലെത്തിയ റമീസ് അവസാന നിമിഷം പിന്മാറുകയായിരുന്നുവെന്നും സുഹൃത്ത് വെളിപ്പെടുത്തി. തമിഴ്നാട് ഗൂഡലൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മലയാളിക്ക് ദാരുണമന്ത്യം. ഓവേലി ന്യൂഹോപ്പ് സ്വദേശി മണി 60 മരിച്ചത്. രാവിലെ 10 മണിയോടെയാണ് സംഭവം. ഓവേലി ന്യൂഹോപ്പിലെ സ്വകാര്യ എസ്റ്റേറ്റിൽ ജോലിക്ക് പോയ സമയത്താണ് കാട്ടാന ആക്രമിച്ചത്.
തിരുവനന്തപുരം രജ എയർ ഇന്ത്യ വിമാനം ചെന്നൈയിൽ അടിയന്തര ഇറക്കിയ സംഭവത്തിൽ ഒഴിവായത് വൻദുരന്തമാണെന്ന് എംപിമാർ. ഇത് രണ്ടാം ജന്മമാണെന്ന് കൊടിനുകുന്നിൽ സുരേഷ് എംപി പറഞ്ഞു. പൈലറ്റിന്റെ മനസാന്നിധ്യമാണ് രക്ഷയെന്നും എംപി പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പറന്ന എയർ ഇന്ത്യ 2455 വിമാനം ചെന്നൈയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയതിൽ കൂടുതൽ വിശദീകരണവുമായി എയർ ഇന്ത്യ റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നില്ല എന്നും റൺവേയുടെ വശത്തെ എന്തോ പാഴ്വസ്തു ഉണ്ടെന്ന് തൊട്ടുമുണ്ടുണ്ടായിരുന്ന വിമാനത്തിലെ പൈലറ്റ് ATC അറിയിച്ചിരുന്നുവെന്നും അതിനാൽ ഡൽഹിയിലേക്കുള്ള വിമാനത്തിന് ഗോ എറൌണ്ട് നിർദ്ദേശം നൽകുകയായിരുന്നുവെന്നും എയർ ഇന്ത്യ വിശദീകരിച്ചു. അമ്മുമ്മയുടെ ആൺസുഹൃത്ത് നിർബന്ധിച്ച ലഹരി നൽകിയെന്ന പരാതിയിൽ മൊഴിമാറ്റി 14 വയസ്സുകാരൻ. തന്നെ മദ്യമോ കഞ്ചാവോ ഉപയോഗിക്കാൻ ആരും നിർബന്ധിച്ചിട്ടില്ലെന്ന് 14 വയസ്സുകാരൻ പറഞ്ഞു. ഇതിനെ തുടർന്ന് കസ്റ്റഡിയിലെടുത്ത തിരുവനന്തപുരം സ്വദേശി പ്രവീണിനെ പോലീസ് വിട്ടയച്ചു. അതേസമയം മൊഴിമാറ്റിയതിന് പിന്നിൽ കുടുംബ പ്രശ്നങ്ങളാകാം കാരണങ്ങളെന്ന് പോലീസ് പറയുന്നു. ഷാർജയിലെ അതുല്യയുടെ മരണത്തിൽ കൂടുതൽ അന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ച് സംഘം. അമ്മയുടെ വിശദമായ മൊഴിയെടുക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. അമ്മ തുളസിഭായിയുടെ പരാതിയിലാണ് പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയത്. കൊലക്കുറ്റത്തിന് പ്രഥമദൃഷ്ട്യാ തെളിവില്ലാത്തതിനാൽ പ്രതി സതീഷിന് കോടതി ഇടക്കാല മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. കൊലപാതക പരാതി ഉന്നയിക്കാനുള്ള കാരണം ക്രൈംബ്രാഞ്ച് പരിശോധിക്കും. നടി ശ്വേതാ മേനോന്റെ പേരിലുള്ള കേസ് നിലനിൽക്കില്ല എന്ന് മന്ത്രി സജി ചെറിയാൻ. അങ്ങനെയുള്ള കുറ്റമൊന്നും അവർ ചെയ്തിട്ടില്ല. സമ്പത്തിനു വേണ്ടി അവർ അങ്ങനെ ചെയ്യുമെന്ന് സമൂഹം വിശ്വസിക്കുന്നില്ല എന്ന് മന്ത്രി ആലപ്പുഴയിൽ പറഞ്ഞു. BPCL LPG ബോട്ട്ലിംഗ് പ്ലാന്റിൽ യൂറി ജീവനക്കാരുടെ സമരം. മംഗലാപുരം, കോയമ്പത്തൂർ പ്ലാന്റുകളിൽ നിന്നും LPG ലോഡുകൾ ഇറക്കുന്നു. ഇതോടെ എറണാകുളത്തെ പ്ലാന്റിലെ ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നുവെന്ന് ആരോപിച്ചാണ് സമരം. മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ആനന്ദ് ശർമ്മ AICCയുടെ വിദേശകാര്യ വിഭാഗത്തിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്നും രാജിവെച്ചു. അദ്ദേഹം പ്രവർത്തക സമിതി അംഗമായി തുടരും. വിദേശകാര്യ വിഭാഗം കമ്മിറ്റി പുനഃസംഘടിപ്പിക്കാനും പുതുമുഖങ്ങളെ കൊണ്ടുവരാനുമാണ് രാജിയെന്നാണ് ആനന്ദ് ശർമ്മയുടെ വിശദീകരണം. AICCയുടെ വിദേശകാര്യ ഡിപ്പാർട്ട്മെന്റിൽ തന്റെ തല ശ്വാസം മുട്ടിയെന്ന് ചൊടിയിലുമടിച്ച് വിശ്വ കങ്കനായുമാണ് രാജിവെച്ചത്. ഓൺലൈൻ ഗെയിമിൽ ലക്ഷങ്ങൾ നഷ്ടമായ സർക്കാർ ജീവനക്കാരൻ വീട്ടിലെ ഗ്യാസ് സിലിണ്ടറിന്റെ പൈപ്പ് വായിൽ ഒഴിവാക്കി ജീവനൊടുക്കി. മധ്യപ്രദേശിലെ ഹർദയിലാണ് സംഭവം. 35 വയസ്സുകാരനായ ലക്ഷ്മി നാരായണൻ കേവത്താണ് ജീവനൊടുക്കിയത്. ഇന്ത്യൻ സൈനികരുടെ ധീരതയുടെയും അർപ്പണബോധത്തിന്റെയും പ്രതീകമായിരുന്ന വ്യോമസേനാ ക്യാപ്റ്റൻ DK പരുൾക്കർ 82 അന്തരിച്ചു. മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് അന്ത്യം. ഇന്ത്യൻ വ്യോമസേന കൂടുതൽ റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഒരുങ്ങുകയാണ്. ഫ്രാൻസിൽ നിന്ന് കൂടുതൽ റഫാൽ വിമാനങ്ങൾ വേണമെന്ന് വ്യോമസേന കേന്ദ്ര സർക്കാരിന് ശുപാർശ നൽകി. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് സേന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. പടിഞ്ഞാറൻ തുർക്കിയിലെ സിന്ദർഗിയിൽ ഞായറാഴ്ച 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായതായി തുർക്കി ദുരന്ത നിവാരണ ഏജൻസി അറിയിച്ചു. ഇസ്താംബുളും വിനോദസഞ്ചാര കേന്ദ്രമായ ഇസ്മിറും ഉൾപ്പെടെ രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള നിരവധി നഗരങ്ങളിൽ ഭൂകമ്പം അനുഭവപ്പെട്ടതായി ആളുകൾ പറഞ്ഞു. നിരവധി ഭവനങ്ങൾ തകർന്നെങ്കിലും മരണങ്ങളോ അപകടങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ന്യൂഡൽഹി മുബ്ദിനായി അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി വിവിധ സുരക്ഷാ ഏജൻസികൾ. ഭീകരാക്രമണ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് വിവരങ്ങളെ തുടർന്നാണിത്. ഏപ്രിലിൽ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിനും മെയ് മാസത്തിൽ നടന്ന പ്രതികാര നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടക്കുന്ന സ്വാതന്ത്ര്യദിനമായതിനാൽ സുരക്ഷാ ഭീഷണി കൂടുതലാണെന്നും ശക്തമായ മുൻകരുതലെടുക്കണമെന്നും കേന്ദ്ര ഏജൻസികൾ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് വിശദമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വീടില്ലാതെ വാഷിംഗ്ടൺ DCയിലെ തെരുവുകളിൽ കഴിയുന്നവരോട് ഉടൻ തന്നെ പ്രദേശം വിടാൻ ഉത്തരവിട്ടു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം. വീടില്ലാത്തവർ ഉടൻ തന്നെ വാഷിംഗ്ടൺ DC വിടണമെന്നും നിങ്ങൾക്ക് തലസ്ഥാന നഗരത്തിൽ നിന്ന് മാറിയൊരു സ്ഥലം താമസിക്കാൻ നൽകാമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഗാസയിൽ സൈനിക നടപടി വ്യാപിപ്പിക്കാൻ ഇസ്രായേൽ സർക്കാരിന്റെ പദ്ധതിയെ എതിർത്ത് ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ തലസ്ഥാനമായി ടെലവീവിൽ തെരുവിലിറങ്ങി. ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള 5 പ്രഗത്ഭങ്ങൾ അംഗീകരിക്കുകയും ഗാസ ഏറ്റെടുക്കുമെന്നും പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഗാസയിൽ ബന്ധന പട്ടികയിലുള്ള 15,000 പേരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിൽ അണിനിരുന്നു. മുൻ സൈനികരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഗാസയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ ഇസ്രായേൽ ആക്രമണം. അൽജസീറയുടെ റിപ്പോർട്ടറും ക്യാമറാമാനും അടക്കം 5 പേർ കൊല്ലപ്പെട്ടു. അൽഷിഫ ആശുപത്രി ഗേറ്റിന് സമീപം ഇവർ കഴിഞ്ഞിരുന്ന ടെന്റിനാണ് ആക്രമണമുണ്ടായത്. ഗാസയുടെ നേർചിത്രം ലോകത്തിന് കാട്ടിക്കൊടുത്ത യുവ മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. അതേസമയം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരിൽ ഒരാൾ ഹമാസ് ഭീകരനാണെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം. കൊല്ലപ്പെട്ട അൽജസീറ ലേഖകനായ അനസ് അൽ ഷരീഫ് ഹമാസ് ഭീകരനാണെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം.